ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകം ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും. ഇൻഡോറിലെ ഹുക്കും ചന്ദ് മിൽ തൊഴിലാളികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വെർച്വലായി അഭിസംബോധന ചെയ്യും. ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിക്കുന്ന സോളാർ പവർ പ്ലാന്റിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ധനനയം ഉൾപ്പെടെയുള്ള മുൻകരുതൽ നടപടികൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിലൂടെ ഭക്ഷ്യവിലക്കയറ്റം നിയന്ത്രിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഭരണത്തിലെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തുന്നതിനായി ഇന്ന് രാജ്യം ദേശീയ സദ്ഭരണ ദിനം ആചരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് തുടരുന്നു. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മുംബൈ സിറ്റിക്കെതിരെ ഉജ്ജ്വല വിജയം. എതിരില്ലാത്ത 2 ഗോളിനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം. വാർത്തകൾ വിശദമായി. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ഇന്ന് ലോകമെങ്ങും ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പങ്കിട്ട് പള്ളികളിൽ പാതിരാ കുർബാനയും പ്രത്യേക ശുശ്രൂഷകളും നടന്നു. പുൽക്കൂടൊരുക്കിയും സാന്റാക്ലോസിനെ വരവേറ്റും കരോൾ ഗാനങ്ങൾ പാടിയും ക്രിസ്മസ് ട്രീകൾ നാട്ടിയുമാണ് പ്രായഭേദമന്യേ ലോകജനത ക്രിസ്മസ് കൊണ്ടാടുന്നത്. കേക്കുകൾ, ആശംസാ കാർഡുകൾ, നക്ഷത്രങ്ങൾ എന്നിവയുമായി ക്രിസ്മസ് വിപണി ദിവസങ്ങൾക്ക് മുൻപേ തന്നെ സജീവമായിരുന്നു. വസ്ത്രവിപണിയിലും തിരക്കേറി. ഒത്തുചേരലിന്റെയും പങ്കുവയ്ക്കലിന്റെയും ആഘോഷമായ ക്രിസ്മസിനോടനുബന്ധിച്ച് പ്രവാസികൾ ഉൾപ്പെടെ അനേകായിരങ്ങൾ സ്വന്തം വീടുകളിൽ അവധി ആഘോഷിക്കാൻ എത്തിച്ചേർന്നു. ട്രെയിൻ, അന്തർസംസ്ഥാന ബസ് സർവീസ് എന്നിവയിൽ വലിയ തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടത്. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സന്ദേശം കൂടി കൈമാറിയാണ് ക്രിസ്മസ് ദിനം വിശ്വാസികൾ ആഘോഷിക്കുന്നത്. സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള നിസ്വാർത്ഥ സേവനത്തിന് അത് നമ്മെ പ്രചോദിപ്പിക്കുന്നു. സമൂഹത്തിൽ സമാധാനവും ഐക്യവും നിലനിർത്താൻ യേശുക്രിസ്തുവിന്റെ പാഠങ്ങൾ പ്രസക്തമാണെന്നും ക്രിസ്മസ് സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. അനുകമ്പ, ക്ഷമ, സ്നേഹം, സഹാനുഭൂതി എന്നീ ശാശ്വത മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് യേശുക്രിസ്തുവിന്റെ ജീവിതമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പറഞ്ഞു. ക്രിസ്മസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക വിരുന്നൊരുക്കും. ന്യൂഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് വിരുന്ന്. ഉച്ചയ്ക്ക് നടക്കുന്ന പരിപാടിയിൽ മത അധ്യക്ഷരും ക്രൈസ്തവ സമുദായത്തിലെ പ്രമുഖരും ഉൾപ്പെടെ പങ്കെടുക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരും ക്രിസ്മസ് ആശംസകൾ നേർന്നു. ഭൂമിയിൽ സമാധാനം എന്ന സന്ദേശത്തിലൂടെ നമ്മുടെ മൂല്യബോധത്തെ ക്രിസ്മസ് സുദൃഢമാക്കുന്നുവെന്ന് ഗവർണർ പറഞ്ഞു. കേരളീയർ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നതെന്നും ഏത് വിഷമകാലത്തിനുമപ്പുറം നന്മയുടെ നല്ല കാലം ഉണ്ടാകുമെന്ന സങ്കല്പത്തിന്റെ സാക്ഷാത്കാരമാണ് ക്രിസ്മസ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദേശത്തിൽ കുറിച്ചു. ഇൻഡോറിലെ ഹുക്കും ചന്ദ് മിൽ തൊഴിലാളികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വെർച്വലായി അഭിസംബോധന ചെയ്യും. തൊഴിലാളികളുടെ കുടിശ്ശികയായ 224 കോടിയുടെ ചെക്ക് പ്രധാനമന്ത്രി കൈമാറും. ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിക്കുന്ന 60 മെഗാവാട്ട് സോളാർ പവർ പ്ലാന്റിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വിശദാംശങ്ങളിലേക്ക്. മധ്യപ്രദേശിലെ ഇൻഡോറിലെ ഹുക്കുംചന്ദ് മിൽ തൊഴിലാളികളുടെ മസ്ദൂറോं का हित मजदूरों को സമർപ്പിത് പരിപാടിയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഹുക്കുംചന്ദ് മിൽ തൊഴിലാളികളുടെ കുടിശ്ശികയായ 224 കോടി രൂപയുടെ ചെക്ക് ഹുക്കുംചന്ദ് മില്ലിലെ ഔദ്യോഗിക ലിക്വിഡേറ്റർക്കും ലേബർ യൂണിയൻ മേധാവികൾക്കും പ്രധാനമന്ത്രി കൈമാറും. ഹുക്കുംചന്ദ് മിൽ 1992 അടച്ചുപൂട്ടിയതിനെ തുടർന്ന് കുടിശ്ശികയ്ക്കായി തൊഴിലാളികൾ നീണ്ട നിയമയുദ്ധം നടത്തിയിരുന്നു. മധ്യപ്രദേശ് സർക്കാരിന്റെ നേതൃത്വത്തിൽ അടുത്തിടെ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് ഒത്തുതീർപ്പ് പാക്കേജ് ഉണ്ടാക്കിയിരുന്നു. ഖാർഗോൺ ജില്ലയിലെ സാംരാജ്, അശുഖേദി എന്നീ ഗ്രാമങ്ങളിൽ ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിക്കുന്ന 60 മെഗാവാട്ട് സൗരോർജ്ജ പ്ലാന്റിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. 308 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷനെ വൈദ്യുത ബിൽ ഇനത്തിൽ പ്രതിമാസം ഏകദേശം 4 കോടി രൂപ ലാഭിക്കാൻ സഹായിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയുടെ സമാഹരിച്ച കൃതികളുടെ പ്രകാശനം അദ്ദേഹത്തിന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറും മറ്റ് പ്രമുഖരും പങ്കെടുക്കും. ധനനയം ഉൾപ്പെടെയുള്ള മുൻകരുതൽ നടപടികൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിലൂടെ ഭക്ഷ്യവിലക്കയറ്റം നിയന്ത്രിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ ഉപഭോക്തൃ ദിനാചരണ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉപഭോക്താക്കൾക്കായി ന്യായവും സുതാര്യവുമായ വിപണി വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകത കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ന് ദേശീയ സദ്ഭരണ ദിനം. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമായ ഡിസംബർ 25 രാജ്യം ദേശീയ സദ്ഭരണ ദിനമായി ആചരിക്കുന്നത്. ഭരണത്തിലെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും ഈ ദിനം ആഘോഷിക്കുന്നത്.
പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി, പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ പദവികളിലൂടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആഭ്യന്തര വിദേശ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച അദ്ദേഹത്തിന് രാജ്യം ഭാരതരത്നം നൽകി ആദരിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിൽ വിജയകരമായി പര്യടനം തുടരുന്നു. സൌജന്യ മെഡിക്കൽ ക്യാമ്പ്, ജൻ ഔഷധി മരുന്നുകളുടെ പരിചയപ്പെടുത്തൽ, വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അപേക്ഷ സ്വീകരിക്കൽ എന്നിവ പര്യടന കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ നാളെ രാവിലെ തളിപ്പറമ്പ് നഗരസഭയിലും ഉച്ചയ്ക്ക് ആന്തൂർ നഗരസഭയിലും യാത്രയെത്തും. ഗ്രാമപ്രദേശങ്ങളിലെ യാത്ര പായം, അയ്യൻകുന്ന് പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും. മറ്റ് ജില്ലകളിലും യാത്ര നാളെ പുനരാരംഭിക്കും. ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിനായി താൽക്കാലിക സമിതി രൂപീകരിക്കാൻ കായിക മന്ത്രാലയം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനോട് ആവശ്യപ്പെട്ടു. നേരത്തെ ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ഭരണസമിതിയെ കായിക മന്ത്രാലയം പിരിച്ചുവിട്ടിരുന്നു. WFIയുടെ സുഗമമായ നടത്തിപ്പിനും കായിക താരങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനും അനുയോജ്യമായ ക്രമീകരണങ്ങൾ നടത്താൻ മന്ത്രാലയം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ കപ്പലായ ഇംഫാൽ നാളെ കമ്മീഷൻ ചെയ്യും. മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിലാകും കമ്മീഷനിംഗ്. നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത മസഗോൺ ഡോക്ക് നിർമ്മിച്ചതാണ് കപ്പൽ. നേവിയുടെ വിശാഖപട്ടണം ക്ലാസ് യാനങ്ങളിൽ മൂന്നാമത്തേതാണ് ഇത്. 7400 ടൺ ഭാരവും 164 മീറ്റർ നീളവും അത്യാധുനിക ഗൈഡഡ് മിസൈൽ നശീകരണ കപ്പലായ INS ഇംഫാലിനുണ്ട്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉജ്ജ്വല വിജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റി FCയെ എതിരില്ലാത്ത 2 ഗോളിനാണ് തോൽപ്പിച്ചത്. ജയത്തോടെ ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തായി. ഇന്നലെ നടന്ന ബംഗളൂരു FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം സമനിലയിൽ അവസാനിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് നാളെ ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചൂറിയനിൽ തുടക്കമാകും. ഉച്ചയ്ക്ക് 1:30 മത്സരം. രോഹിത് ശർമ്മയാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യൻ സംഘം ടെസ്റ്റ് പരമ്പരയ്ക്കിറങ്ങുന്നത്. ഇറാൻ നാവികസേന ക്രൂയിസ് മിസൈലുകളും ഹെലികോപ്റ്ററുകളും വിതരണം ചെയ്തതായി റിപ്പോർട്ട്. നേരത്തെ ഇന്ത്യൻ തീരത്തിന് സമീപം ഒരു കെമിക്കൽ ടാങ്കറിൽ ഇറാനിൽ നിന്നുള്ള ഡ്രോൺ പതിച്ചതായി അമേരിക്കൻ പ്രതിരോധ വകുപ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ചെങ്കടലിൽ ഹൂതി വിമതർ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ ഇറാന് പങ്കുണ്ടെന്ന അമേരിക്കയുടെ ആരോപണം ഇറാൻ നിഷേധിച്ചു. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഈ മേഖലയിൽ നിരവധി കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. തെക്കൻ യുക്രൈനിലെ കെർസൺ മേഖലയിൽ റഷ്യൻ ഷെല്ലാക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. 9 പേർക്ക് പരിക്കേറ്റു. യുക്രൈൻ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. മുൻപ് റഷ്യൻ ഓർത്തഡോക്സ് സഭാ രീതികൾക്കനുസൃതമായി ജനുവരി 7-ന് ക്രിസ്മസ് ആഘോഷിച്ചിരുന്ന യുക്രൈൻ കഴിഞ്ഞ ജൂലൈയിലാണ് ഡിസംബർ 25-ലേക്ക് ആഘോഷങ്ങൾ മാറ്റാൻ ഔദ്യോഗികമായി തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച നിയമനിർമ്മാണത്തിൽ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി ഒപ്പുവയ്ക്കുകയും ചെയ്തിരുന്നു. ഛത്തീസ്ഗഡിലെ ദന്തേവാഡയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടലിൽ 3 നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടു. ദബക്കുന്ന ഗ്രാമത്തിനടുത്ത് ഇന്നലെ വൈകുന്നേരമാണ് ഏറ്റുമുട്ടലുണ്ടായത്. സുരക്ഷാ സേനയുടെ സംയുക്ത സംഘം നടത്തിയ നക്സൽ വിരുദ്ധ ഓപ്പറേഷനിടെയായിരുന്നു സംഭവം. മനുഷ്യക്കടത്ത് ആരോപിച്ച് പാരീസിനടുത്തുള്ള വിമാനത്താവളത്തിൽ ഫ്രഞ്ച് അധികൃതർ തടഞ്ഞുവച്ച നിക്കാരാഗ്വയിലേക്ക് പോവുകയായിരുന്ന വിമാനത്തിന് യാത്ര പുനരാരംഭിക്കാൻ അനുമതി ലഭിച്ചു. ഇന്ത്യക്കാർ ഉൾപ്പെടെ 303 യാത്രക്കാരുമായി പോവുകയായിരുന്ന വിമാനമാണ് വർട്ടി വിമാനത്താവളത്തിൽ തടഞ്ഞുവച്ചിരുന്നത്. ക്രിസ്മസിനോടനുബന്ധിച്ച് അനുവദിച്ച പ്രത്യേക വന്ദേ ഭാരത് ട്രെയിൻ ഇന്ന് സർവീസ് നടത്തുന്നു. ചെന്നൈ മുതൽ കോഴിക്കോട് വരെയാണ് പ്രത്യേക സർവീസ്. പുലർച്ചെ 4:30 ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ ഉച്ചകഴിഞ്ഞ് 3:20 കോഴിക്കോടെത്തും. ഫുട്ബോൾ താരവും പരിശീലകനുമായിരുന്ന ടി.എ. ജാഫർ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം. 1973 ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ കേരള ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു. തൃശൂർ പൂരം പ്രതിസന്ധി സംബന്ധിച്ച് ഇന്നലെ നടന്ന ചർച്ചയിൽ അന്തിമ തീരുമാനമായില്ല. പ്രദർശനത്തിനുള്ള തറവാടക സംബന്ധിച്ച തിരുവാമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആവശ്യങ്ങൾ യോഗത്തിൽ മന്ത്രിമാർ കേട്ടു. സർക്കാർ തലത്തിൽ കൂടിയാലോചിച്ച് തീരുമാനം ജനുവരി 4-ന് കോടതിയിൽ അറിയിക്കുമെന്ന് മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും കെ രാജനും പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകം ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും. ഇൻഡോറിലെ ഹുക്കുംചന്ദ് മിൽ തൊഴിലാളികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വെർച്വലായി അഭിസംബോധന ചെയ്യും. ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിക്കുന്ന സോളാർ പവർ പ്ലാന്റിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ധനനയം ഉൾപ്പെടെയുള്ള മുൻകരുതൽ നടപടികൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിലൂടെ ഭക്ഷ്യവിലക്കയറ്റം നിയന്ത്രിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഭരണത്തിലെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തുന്നതിനായി ഇന്ന് രാജ്യം ദേശീയ സദ്ഭരണ ദിനം ആചരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് തുടരുന്നു.
ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മുംബൈ സിറ്റിക്കെതിരെ ഉജ്ജ്വല വിജയം. എതിരില്ലാത്ത 2 ഗോളിനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.